നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാക്കുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചണ്ഡീഗഡിൽ സുരക്ഷ കർശനമാക്കി. പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ എയർ സൈറൺ മുഴക്കി. പ്രദേശവാസികൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകി. ചണ്ഡീഗഡിൽ പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷ കർശനമാക്കിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയാണ് ഇവിടം. പാക് സേനയുടെ ഭാഗത്തു നിന്ന് ആക്രമണ സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന വ്യോമസേനയ്ക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിനിടെ പാക് സൈന്യത്തിന്റെ പോസ്റ്റ് തകർക്കുന്ന ദൃശ്യം ഇന്ത്യൻ ആർമി പുറത്തുവിട്ടു. നേരത്തെ കഴിഞ്ഞ ദിവസം രാത്രി പാക് പട്ടാളം ജമ്മുകാശ്മീരിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ സൈന്യം നിർവീര്യമാക്കി. പാക് ഡ്രോൺ ആക്രമണത്തിൽ ആളപായമില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പലയിടത്തും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നും ഇന്ത്യൻ സൈന്യം അവയെ നിർവീര്യമാക്കിയെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനിടെ ബർദാപൂരിൽ നിന്നും അഗർത്തലയിലേക്ക് പോയ UP ത്രിപുര സുന്ദരി എക്സ്പ്രസിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച ഇരുമ്പ് തോക്കുകളും 16 മാഗസീനുകളും പിടിച്ചെടുത്തു. പതിവ് പരിശോധനയിലാണ് സംഭവം. ജനറൽ കോച്ചിലെ ഒരു അപ്പർ ബർത്തിൽ സംശയാസ്പദ നിലയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന 2 ബാഗുകളിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത്. പാക് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ പൂർണ്ണമായി ബ്ലാക്ക് ഔട്ട് ഇന്ന് രാവിലെ ഏർപ്പെടുത്തിയിരുന്നു. ശ്രീനഗർ വിമാനത്താവളം പൂർണ്ണമായി സൈന്യം ഏറ്റെടുത്തു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിവിധ ഭാഗങ്ങളിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതേസമയം ഗുജറാത്തിലെ ഹസിറ തുറമുഖത്ത് ആക്രമണം നടന്നതായിട്ടുള്ള പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ തള്ളി. അത്തരത്തിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോ ആണെന്നും ഇന്ത്യൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇതിനിടെ കശ്മീരിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. യുദ്ധഭീതിയുടെ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങൾ അടച്ചതോടെ കശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിലായി വിനോദസഞ്ചാരത്തിന് പോയ നിരവധി മലയാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെല്ലാം നാട്ടിലെത്താനാകാതെ വിഷമിക്കുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ ശനിയാഴ്ച വരെ വിമാനത്താവളങ്ങൾ അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചതോടെ നാട്ടിലെത്താനുള്ള ബദൽ ഗതാഗത സംവിധാനങ്ങൾ തേടി സഞ്ചാരികൾ അധികൃതരെയും ഏജൻസികളെയും സമീപിച്ചു. പഹൽഗാം സംഭവത്തിന് പിന്നാലെ കശ്മീരിലേക്കുള്ള യാത്രാ ബുക്കിംഗ് കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടെങ്കിലും മുൻ നിശ്ചയപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര പുറപ്പെട്ടവരാണ് കശ്മീരിൽ പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നത്. അതേസമയം യുദ്ധഭീതിയിൽ യാത്രാദിനങ്ങൾ വെട്ടിക്കുറച്ച് നേരത്തെ തന്നെ നാട്ടിലേക്ക് തിരിച്ചവർക്ക് പ്രയാസം നേരിടേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം പാക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായതിനു പിന്നാലെ ധർമ്മശാല, ലേ, ജമ്മു, ശ്രീനഗർ, അമൃത്സർ, ചണ്ഡീഗഡ് വിമാനത്താവളങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചിരുന്നു. ഇതോടെയാണ് പലരും കശ്മീരിൽ കുടുങ്ങിയത്. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് കനത്ത മറുപടിയാണ് ഇന്നലെ ഇന്ത്യ നൽകിയത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് മിസൈൽ അയച്ച് ഇന്ത്യ പാക് ഭരണകൂടത്തിന് ശക്തമായ താക്കീത് നൽകി. പാക് ഭീകരതാവളങ്ങളെ ഇല്ലാതാക്കിയ സിന്ദൂർ ഓപ്പറേഷന് തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രഹരം. S-400 എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മികച്ച തുണയായി ഇന്ത്യക്ക് മാറി. ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതോടെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ പലതും ഇരുട്ടിലായിരുന്നു. പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങളും 50ഓളം ഡ്രോണുകളും 10ഓളം മിസൈലുകളും തകർത്തു. 2 ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളും തകർത്തു. 2 പാക് പൈലറ്റുമാരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് സൂചന. 8 പാക് മിസൈലുകളെ തകർത്തതിന് പിന്നാലെ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിട്ടു. ഒരു F-16, 2 JF-17 യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ സൈന്യം തകർത്തതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ജമ്മുവിലെ വിവിധ മേഖലകളിൽ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തടയുകയായിരുന്നു. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടും ഡ്രോൺ ആക്രമണമുണ്ടായി.